രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരു തവിട്ട് കരടിക്കുട്ടൻ പങ്കെടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെയൊന്നുണ്ട്. സ്കോട്ടിഷ് സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചു. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് പോളിഷ് സൈന്യത്തിലെ പട്ടാളക്കാർ ദത്തെടുത്ത സിറിയൻ തവിട്ട് കരടിയായ വോൾസ്റ്റെക് കരടി തുടക്കത്തിൽ സ്വകാര്യ പദവി നൽകപ്പെട്ട കരടി ഒടുവിൽ കോർപ്പറൽ പദവിയിലേക്ക് ഉയർന്നു. പ്രധാനമായി സൈനികർക്ക് മനോവീര്യം പകരുന്ന ഒന്നായി പ്രവർത്തിച്ചു. 1942 പോളിഷ് സൈന്യത്തിന്റെ സെക്കൻഡ് കോർപ്സിൽ 22ാമത് ആർട്ടിലറി സപ്ലൈ കമ്പനിയായ നാസി ജർമ്മനിയുടെ സൈന്യത്തെ നേരിടാൻ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചു. ഇറാനിലെ ഹംദാൻ നഗരത്തിനടുത്ത് ഒരു യുവ ഇടയൻ ഒരു സിറിയൻ തവിട്ട് കരടിക്കുട്ടിയെ ബെർലാപ്പ് ചാക്കിൽ കമ്പനിയിലെ അംഗങ്ങൾക്ക് നൽകി. സ്വിസ് ആർമി കത്തി, ടിന്നിലടച്ച ബീഫ്, ചോക്ലേറ്റ് എന്നിവയ്ക്ക് പകരമായാണ് അവന് നൽകിയത്. വേട്ടക്കാർ അമ്മയെ കൊന്നിരിക്കാനേ സാധ്യതയുള്ളൂ. പട്ടാളക്കാർ കുഞ്ഞിനെ ദത്തെടുത്തു. ഒഴിഞ്ഞ വോഡ്ക കുപ്പിയിൽ ബാഷ്പീകരിച്ച പാല്, തേന്, പഴം, മർമലോഡ് എന്നിവ അവർ അവന് നൽകി. വോൾസ്റ്റെക് എന്ന് അവർ അവന് പേരിട്ടു. ചുരുക്കത്തിൽ അതിനർത്ഥം സന്തോഷവാനായ യോദ്ധാവ് എന്നാണ്. അവൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യക്കൂട്ടാളികളെ വിശ്വസിച്ചു. പീറ്റർ പ്രന്റിസ് എന്ന പട്ടാളക്കാരനാണ് വോൾസ്റ്റെക്കിന്റെ പരിചാരകനായി മാറിയത്. പ്രന്റിസ് കൈവീശുന്ന അനുസരിച്ച് മാർച്ച് ചെയ്യാനും പഠിപ്പിച്ചു. വോൾസ്റ്റെക് സന്തോഷത്തോടെ ഈ കടമകൾ നിർവഹിക്കുന്നതായി തോന്നി. പരിശീലനം ഇല്ലാത്തപ്പോൾ ഗുസ്തി, ബോക്സിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് വോൾസ്റ്റെക് ക്യാമ്പിലെ സൈനികരോടൊപ്പം രസിച്ചു. ഇരട്ടി റേഷന് പുറമെ പട്ടാളക്കാർ കരടിക്ക് ട്രീറ്റുകൾ, സിഗരറ്റുകൾ, ബിയറുകൾ എന്നിവ നൽകി. ബിയറിനോടുള്ള അഭിനിവേശം ഉണ്ടായിരുന്നിട്ടും ലഹരിയായി തോന്നിയിരുന്നില്ല. ഗ്രാനേഡ് പരിശീലനത്തിന്റെ ഭാഗമായി പട്ടാളക്കാർ ഓറഞ്ച് വലിച്ചു. വോൾസ്റ്റെക് അതിനെ പിന്തുടർന്നു. കുട്ടിയായിരിക്കുമ്പോൾ ആദ്യം പാസഞ്ചർ സീറ്റിലും പിന്നീട് വലുതാകുമ്പോൾ പിൻ സീറ്റിലുമായി ട്രക്കുകളിൽ കയറിയിരുന്നതും അവനിഷ്ടപ്പെട്ടു. വോൾസ്റ്റെക്കിന്റെ പ്രിയപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ദീർഘനേരം തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതായിരുന്നു. ഒടുവിൽ അവൻ സ്വയം ഷവർ ഓണാക്കാൻ പഠിച്ചു. കരടി അമിതമായി വെള്ളം കുടിക്കുന്നത് മൂലം ക്ഷാമമുണ്ടായപ്പോൾ അവനെ കൊമ്രേഡുകൾ വിലക്കി. എന്നിരുന്നാലും തുറന്നു കിടക്കുന്നതായി കണ്ടെത്തി അകത്തേക്ക് അലഞ്ഞു നടന്നതായി പറയപ്പെട്ടു. അവിടെ വെച്ച് ഒരു അറബി പോളിഷ് ക്യാമ്പിലേക്ക് നുഴഞ്ഞു കയറി. പ്രാദേശിക വിമതർ പിന്നീട് അത് കൊള്ളയടിക്കാൻ വേണ്ടി അതിന്റെ ആയുധശേഖരം കണ്ടെത്താൻ ശ്രമിച്ചു. വോൾസ്റ്റെക് ആ കടന്നുകയറ്റക്കാരനെ ഭയപ്പെടുത്തി. അത് പോളണ്ടുകാർക്ക് കീഴടങ്ങാൻ കാരണമായി. പ്രതിഫലമായി വോൾസ്റ്റെക് പരിധിയില്ലാതെ ഷവർ സമയം 2 കുപ്പി ബിയർ സമ്പാദിച്ചു. 1944 ഇറ്റലിയിലെ സഖ്യകക്ഷികളുടെ സൈനിക നീക്കത്തിൽ ചേരാൻ 22ാമത് ആർട്ടിലറി സപ്ലൈ കമ്പനി തയ്യാറായപ്പോൾ അത് സൈനികമായ നിയമങ്ങൾക്ക് എതിരായിരുന്നു. വളർത്തുമൃഗങ്ങളെ സൈന്യത്തിൽ നിരോധിച്ചിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ യൂണിറ്റിൽ തുടരാൻ ഔദ്യോഗികമായി വോൾസ്റ്റെക് ചേരേണ്ടതുണ്ടായിരുന്നു.